ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാവോ? എത്രാമത്തെ? മത്തായി 6:6. മാത്യു ചാപ്റ്റർ 6:6. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യം നിന്റെ പിതാവിനോട് രഹസ്യത്തിൽ കടന്ന് നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇവിടെ പറയുന്ന 2-3 കാര്യങ്ങൾ യേശുക്കത്താണ്. ഒന്ന്, നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്, നമ്മൾ എപ്പോഴും രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം എന്നല്ല കർത്താവ് പറയുന്നത് ഇവിടെ. പക്ഷെ ഇവിടെ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ പിതാവുമായിട്ട് ഒരു ഇന്റിമേറ്റ് റിലേഷൻ വേണമെങ്കിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം തന്നെ പറയുന്നത്. അപ്പം അതിന് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക എന്താണ്? അറയിൽ കടന്ന് വാതിലടയ്ക്കണം. ഹല്ലേലൂയ. പിന്നെ പറയുന്ന രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അവിടെ ഉദ്ദേശിക രഹസ്യം ഹല്ലേലൂയ നമ്മുടെ ഇന്നർ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. കാരണം ദൈവം എപ്പോഴും നമുക്ക് പ്രതിഫലം തരും നമ്മുടെ ഹൃദയത്തെ കണ്ട. മനുഷ്യൻ പ്രതിഫലം തരുന്നത് എങ്ങനെയാ? പുറമേ കണ്ട. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ദൈവം ഹല്ലേലൂയ ഇവിടെ 2-3 രഹസ്യം പറയുന്നെങ്കിൽ അവസാനത്തെ രഹസ്യം എന്ന് പറയുന്ന സ്ഥലം പറയുന്നില്ല. ഞാനിത് ഒരു വചനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, അത് രഹസ്യം. അപ്പൊ ഈ രഹസ്യത്തെ കുറിച്ച് ആരെയൊക്കെ സാധ്യതയില്ല. പക്ഷെ പരിശുദ്ധൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ട് രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്ന് പറയുന്നത് നമ്മളെ ആരും കാണാതെ കാണുന്ന പിതാവിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ബീങ് അറിയുന്ന ദൈവത്തെ കുറിച്ചാണ് ഹല്ലേലൂയ അവിടെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് വചനം പറയുന്നതൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തെ ഞാൻ കുറെ ഭാഗമൊക്കെ നോക്കി പത്രോസിന്റെ ലേഖനത്തിലൊക്കെ നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. പരിശുദ്ധൻ പെട്ടെന്ന് തന്നെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. അവയെ വീണ്ടും തിരിച്ചിവിടേക്ക് വന്ന് അപ്പൊ ഇവിടെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമ്മുടെ എല്ലാവരുടെ ഹൃദയം ആരുടെ കയ്യിലായിരിക്കുന്നത്? യഹോവയുടെ കയ്യിലിരിക്കുന്നല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ പറയുമ്പോൾ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നേതൃത്വത്തിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തിരിക്കുന്നു പറയുമ്പോൾ നമ്മുടെ ഹൃദയം അവിടുത്തെ. ദൈവം എന്നോട് ചോദിച്ചത് അപ്പൊ നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു? ഹല്ലേലൂയ. അപ്പൊ എന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിലായിരിക്കുന്നു. സാറാമുസ്ലിം ഹൃദയം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയം ദൈവത്തിന്റെ. അപ്പൊ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഹൃദയത്തിന് അത് എന്താ ഉള്ളത് ദൈവത്തിനറിയാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതിനു മുമ്പ് യേശുക്കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് കൃത്യമായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ അവർ മനുഷ്യർക്ക് ഇങ്ങനെ പള്ളികളും തെരുക്കോൾ നിന്നുകൊണ്ട് പ്രാർത്ഥന ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിലടത്ത് പറയുന്നുണ്ട് അധികം ഹല്ലേലൂയ ജൽപ്പനം ചെയ്യരുതെന്ന് പറയും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എത്ര വാക്കുകളുടെ സാമർഥ്യം ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല കർത്താവ് പ്രതിഫലം തരുന്നത്. എത്ര നേരം പ്രാർത്ഥിക്കുന്നു നോക്കിയിട്ടുമല്ല, എത്ര നന്നായി പ്രാർത്ഥിക്കുന്നു നോക്കിയിട്ടല്ല, എത്ര പ്രാസം ഒപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നോക്കിയിട്ടുമല്ല നമ്മുടെ ഹൃദയം കണ്ട ദൈവം പ്രതിഫലം തരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ എന്താണ് ഇന്റൻഷൻ എന്ന് കൃത്യമായിട്ട് ഞാൻ ഒരു പാട്ട് എഴുതിയപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാട്ട് എഴുതിയ കർത്താവിനോട് പറഞ്ഞ കാര്യം അതിനകത്ത് പറഞ്ഞ ലിറിക്സ് ഇങ്ങനെ: കർത്താവേ എന്ന് ഞാൻ വിളിച്ചിടുമ്പോൾ എന്നയുടെ ഹൃദയം നീ കണ്ടിടുന്നു, നിന്റെ പാവങ്ങൾ ക്ഷമിച്ചിരുന്നു, എന്നയുടെ കൃപയാൽ നടത്തിയിരുന്നു. ഇതാണ് ലൈൻ തുടങ്ങുക. അപ്പൊ ആ പാട്ട് അതെനിക്ക് തരുമ്പോൾ കർത്താവിനോട് പറഞ്ഞ വാക്കിയതാണ്: കർത്താവേ എന്ന് ഞാൻ വിളിച്ചാൽ മതി. ആ വിളിക്കുന്ന വിളിയിലുണ്ട് സകലതും. അപ്പൊ ഞാൻ വിളിക്കുന്ന ഹൃദയം തുറന്ന കർത്താവെ എന്നൊന്ന് വിളിച്ച ആ നിമിഷം കർത്താവ് എന്റെ സകല പാപങ്ങളും ക്ഷമിച്ച് കർത്താവ് കൃപയെ പിന്നെ നടക്കും. പക്ഷെ വിളിക്കുന്ന വിളി അതെങ്ങനെ വിളിക്കുന്ന നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിളി ദൈവം അത് കൃത്യമായി തിരിച്ചറിയും. നമ്മളെപ്പോഴും മത്തായിയുടെ സുവിശേഷം കർത്താവിന് പറയുന്നത് കർത്താവെ കർത്താവെ എന്ന് എപ്പോഴും വിളിക്കുന്നവരല്ല ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരാ. അപ്പൊ നമ്മൾ കർത്താവെ കർത്താവെ എന്ന് എപ്പോഴും വിളിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് ഇന്റൻഷനോട് വിളിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ അറയിൽ കടന്ന് വാതിൽ അടയ്ക്കണമെന്ന് പറയുന്നത് നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥന ഉണ്ടാകണമെന്നാണ് അവിടെ പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഹല്ലേലൂയ എന്താ പറയാ? അതൊക്കെ രഹസ്യം നിന്റെ പിതാവുണ്ട്. അപ്പൊ രഹസ്യം നിന്റെ പിതാവ് നമ്മൾ ദൈവവും തമ്മിലൊരു ഇന്റിമസി ഉണ്ടാണ്. ഹല്ലേലൂയ. അവിടെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ രഹസ്യത്തെ ആരോടാണ് നമ്മൾ രഹസ്യം പറയുന്നത്?
ഹാലേ, ആരോടാ നമ്മൾ എപ്പോഴും ഇങ്ങനെ അവയെ തനിയെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹാലേ. അപ്പം നമ്മൾ ദൈവമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ, അത് ആരാ എക്സാം? യേശു കർത്താവ് തന്നെ എക്സാം. യേശു കർത്താവ് ഒരുപാട് സ്ഥലങ്ങളിൽ വേറിട്ട് പോയി പ്രാർത്ഥിച്ചതിനെ കുറിച്ച് നമ്മുടെ വചനത്തിലുണ്ട്. അതിനകത്ത് മാർക്കോസിന്റെ സുവിശേഷം 1:35 ഒന്ന് വായിക്കാവോ? 2-3 ഭാഗങ്ങളത്. അതികാലത്തിരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. അത്യകാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് ഒരു നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു. എന്തിനാണ് കർത്താവെ ആരും ഇല്ലാത്തടത്ത് പോയി പ്രാർത്ഥിക്കുക? ആരെങ്കിലും ഉള്ളിടത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ചോദിക്കാം നമുക്കല്ലേ? എന്നുവെച്ചാൽ ആരുടെയും ഡിസ്റ്റർബൻസ്, ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ. ഹാലേലിയ. അപ്പൊ ദൈവവുമായിട്ട് അപ്പൊ ചില ആൾക്കാർ മലയുടെ മുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, ഇപ്പോഴും ഉണ്ട് ഹാലേലിയ ചില ആൾക്കാരൊക്കെ. അപ്പൊ നമുക്ക് എന്തിനാ അവർക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലേ? ദൈവം എല്ലായിടും ഇല്ലേ? ചിലരുടെ ചോദ്യമൊക്കെ, ദൈവം എല്ലായിടും ഇല്ലേ? അവിടെ തന്നെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ദൈവം എല്ലായിടും ഉണ്ട്, ശരിയാ. പക്ഷേങ്കിൽ നമ്മളായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നമ്മളൊന്ന് മാറിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അത് ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അതൊരു സംഭവം തന്നെ. കാരണം ഞാൻ അത് അനുഭവിച്ചു. ഞാൻ പറയത്തില്ല, ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് ഹാലേലി അന്ന് അജ്മാലിൽ നമ്മുടെ എന്താ പറയാ ലേക്ക് റിസോർട്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. അവിടെ ആണെങ്കിൽ പേരേ ഉള്ളു, എല്ലാം ലേക്ക്. ഇപ്പോൾ ലേക്കൊക്കെ വന്നു കേട്ടോ, അന്നൊന്നും വന്നിട്ടില്ല. കാരണം ഈവൻ നമ്മുടെ ഇന്റർനെറ്റിന്റെ ഫൈബർ കേബിൾ പോലും വന്നിട്ടില്ലാത്തത്, ഇന്റർനെറ്റ് കണക്ഷൻ കൂടി ഇല്ല അവിടെ. TV കണക്ഷൻ ആണെങ്കിൽ അവിടെ ഡിഷ് വെച്ചിട്ട് അവർ വലിച്ചു, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അവിടെ ഒന്നുമില്ല. പിന്നെ ഒരുമാതിരി ആൾക്കാരൊന്നും അങ്ങനെ എത്തിപ്പെടത്തുമില്ല. എമിറേറ്റ്സ് റോഡിന്റെ വാതൊക്കെ ഇടയ്ക്ക് ഷെയ്ഖ് മുഹമ്മദ് റോഡിന്റെ സൈഡ് നിൽക്കുക, അവിടേക്ക് എൻട്രി ഒക്കെ പല ആൾക്കാർക്ക് അവിടെ വന്നാൽ പോലും വഴുതേറ്റ് കൊണ്ട് കയറാൻ പറ്റാത്ത സ്ഥിതി. അതുകൊണ്ട് ആരും ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിൽ വലിയ ആൾക്കാരും ഒന്നുമില്ല, ബഹളമൊന്നുമില്ല. എൻ്റെ ഫ്ലാറ്റിലും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദൈവമായിട്ട് ഇരുന്നേക്കുന്ന കണക്ക് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ഡിസ്ട്രാക്ഷൻസും, ഒരാൾ വന്ന് കോളിംഗ് ബെല്ല് അടിക്കാൻ പോലും ഇല്ലാത്തൊരു സ്ഥലം, ഒരു കച്ചവടക്കാർ പോലും ഒരു സംഭവം കയറി വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ എടുത്തിരിക്കുമ്പോൾ ദൈവമായിട്ടിരിക്കുന്ന വ്യത്യസ്തത. ഹല്ലേലൂയ. നമുക്ക് മറ്റ് ബഹളങ്ങളൊക്കെ ഉള്ളിടത്തിരിക്കുമ്പോൾ പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് അങ്ങനെ എനിക്ക് ഇല്ലാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഞാനും എത്ര വാതിൽ എത്ര ചേർത്തടച്ചാലും ഞങ്ങളുടെ വീട്ടിലെ ഹോളിലെ ടിവിയുടെ സൗണ്ട് എൻ്റെ റൂമിനകത്ത് കേൾക്കും. പലപ്പോഴും സീരിയൽ ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. കാരണം അത് എത്ര സൗണ്ട് കുറച്ച് വെക്കാൻ പറഞ്ഞാലും വെക്കത്തില്ല. അതുകൊണ്ട് നമുക്കത് ഡിസ്റ്റർബൻസ് പ്രാർത്ഥിക്കുമ്പോൾ. പിന്നെ നമ്മൾ ആത്മാവിൽ കണക്ട് ആയൊക്കെ നമ്മൾ ദൈവമായിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെയുള്ള ആ ഒരു തലത്തിലേക്കൊക്കെ കയറാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ദൈവശക്തതുണ്ട്. നിർജ്ജന സ്ഥലം എന്ന് വെച്ചാൽ ആരുമില്ലാത്ത സ്ഥലം, നിർജ്ജനം എന്ന് വെച്ചാൽ ജനമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ നമുക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ചില ആൾക്കാരെ പറഞ്ഞാൽ അവര് മലയാറ്റൂർ മലയുടെ മുകളിലൊക്കെ പോകും. കാരണം മലയാറ്റൂർ മലയിൽ പോകുന്നൊരു പള്ളി കയറാനല്ല പോകുന്നത്. കാരണം ആ ഭാഗത്തൊക്കെ ഭയങ്കര അപ്പർ സൈഡിലൊക്കെ ഭയങ്കര മലയുണ്ട്. ആ മലയുടെ മുകളിലൊക്കെ പോകുന്ന പ്രാർത്ഥിക്കും. ആ സമയത്ത് പ്രാർത്ഥിച്ച് ചില ആൾക്കാർ വരാൻ പോകുന്ന പ്രവചനമൊക്കെ, ഇവിടെ 2010 ഫ്ലഡ് വരാൻ പോകുന്നൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, അറിയപ്പെടാത്തൊരു മനുഷ്യൻ കണ്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് അപ്പൊ ഇവിടെ എന്താ അങ്ങനെയൊക്കെ പോയിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവം നമ്മളോട് ഇടപെട്ടു. പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല പലപ്പോഴും. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളും കോലാഹലങ്ങളും നമ്മുടെ എപ്പോഴും അതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആകുന്നത് കൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുക പല ആൾക്കാരും വ്യക്തമായും കൃത്യമായും കേൾക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പലരും ഇന്ന് പ്രവചിക്കുമ്പോഴൊക്കെ എന്താ പറ്റുന്ന വെച്ചാൽ അല്പമായി കേട്ടിട്ട് പ്രവചിക്കുന്നു. അല്പമായിട്ടല്ല ദൈവം ഒരു കാര്യം പറയും. ദൈവം ഒരു കാര്യം പറയും, ആദ്യം മുതൽ അവസാനം വരെ പറയും, അതിന്റെ പൂർണ്ണതയോടുകൂടി പറയും. പക്ഷെ പലരും ഇന്നത് കേൾക്കുന്നില്ല, കേൾക്കാൻ ക്ഷമയില്ല, കേൾക്കാനുള്ള മനസ്സ് കൊടുക്കാത്തതിന്റെ കാര്യം അവരുടെ ജഡം എപ്പോഴും ഈ ലോകവുമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു. അതിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും കഴിയാത്തത്. അതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് പ്രേയറിലാണ് നമ്മളോട് ദൈവം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, അല്ലേ? നമ്മൾ പകലൊക്കെ ഇരിക്കുന്ന കടകളിൽ നമ്മുടെ 3 മണി പ്രെയർ എല്ലാം അപ്പോഴേറ്റവും കൂടുതൽ എന്താ കണ്ട, അന്നേരം നമ്മളുടെ ചുറ്റുപാടും ശാന്തമായി കിടക്കും, നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ദൈവം അന്നേരം മാത്രമല്ല സംസാരിക്കും, ദൈവം എപ്പോഴും സംസാരിക്കും. ദൈവത്തിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഇവിടെ യേശുക്കർത്താവിന്റെ അതികാലത്ത് ഇരുട്ടോടെ എന്ന് വെച്ചാൽ നേരം നമ്മളെയൊക്കെ എഴുന്നേറ്റിരിക്കുന്ന നടക്ക് ഇരുട്ടോടെ ഉള്ള സമയം 3 മണി ആയിരിക്കും ചിലപ്പോൾ, പറയാൻ പറ്റത്തില്ല. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അതികാലത്ത് ഇരുട്ടുള്ളപ്പോ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
ദൈവശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ. ഹല്ലേലൂയ. എല്ലാ ബഹളമൊക്കെ വരുമ്പോഴത്തേന് പണ്ടൊരാൾ എന്നോട് പറയും, ഞാൻ വിശ്വാസത്തിലുള്ളപ്പോഴല്ല, ഞാൻ കത്തോലിക്ക നിൽക്കുമ്പോൾ തന്നെ പറയുന്നത് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതല്ല. അപ്പം നമ്മൾ ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയുന്നത് 3 മണി സമയമാകുമ്പോഴത്തേന് നമ്മുടെ പെന്തക്കോസ്തുകാരെ പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് സത്യവസ്ഥ എനിക്കകത്ത് ഓരോ യാമങ്ങൾ ഹല്ലേലൂയ, അതായത് പക്ഷികളുടെ യാമം, മനുഷ്യന്റെ യാമം, പിശാചിന്റെ യാമം എന്നൊക്കെ പറയുന്ന കണക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ എല്ലാ ആഭിചാര മന്ത്രവാദങ്ങളൊക്കെ 2 മണി കൊണ്ട് തീരും. എല്ലാ അന്ധകാര മണ്ഡലവും ആ 2 മണിയോടുകൂടി നിൽക്കുമ്പോൾ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ആ മണ്ഡലം എല്ലാം ഫ്രീ ആയി കിടക്കുന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നേരെ അങ്ങ് ചെല്ലുന്നത്. അതൊന്നും ആയിരിക്കത്തില്ല ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ചുറ്റുപാടും സൈലന്റ് ആകുന്നുണ്ട്. ഒരു സൈലന്റ് അന്തരീക്ഷത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ബഹളമുള്ള അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യത്യാസമില്ലേ? ഉണ്ട്. പക്ഷെ ദൈവശബ്ദം കേൾക്കാൻ പറ്റും. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ അമ്മതാൻ ഉദരത്തിൽ ആ പാട്ട് ഞാൻ എഴുതിയത് ആൻമോളെ കൊണ്ട് PCMന്റെ എക്സാം എഴുതാനായിട്ട് പോയപ്പം അവളെ എക്സാം എഴുതാൻ കയറിയപ്പോൾ ഞാൻ വെളിയിൽ അവളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുറേ അമ്മമാരറിയാലോ, അമ്മമാരെല്ലാം ഇരുന്ന പിന്നെ കിലപ്പില കിലപ്പില കിലവില കിലവില ബഹളം. ഞാൻ അവിടെ നിന്ന് എനിക്കതെങ്കിൽ ഭയങ്കര, അപ്പൊ ഞാൻ ഇച്ചിരി മൊബൈൽ തുറന്ന് ബൈബിൾ എടുത്ത് വായിച്ചിരുന്നില്ല. അപ്പൊ പെട്ടെന്ന് അന്നേരം ഈ പാട്ട് അവിടെ നിന്ന് എഴുതിയത് ആ പാട്ട്. ഹല്ലേലൂയ. അവളെ കൊണ്ട് ഇവിടെ മരിയാഗ്ന സ്കൂളിൽ പോയ സമയത്ത് ആ ബഹളത്തിന്. പക്ഷെ ദൈവം അതാ പറയുന്നത്, നമ്മുടെ ദൈവം എപ്പോഴും സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇരിക്കുന്നിടത്ത് നമുക്ക് അതിനെ ഈ ശബ്ദത്തെ ജയിച്ച് ദൈവശബ്ദത്തെ റിസീവ് ചെയ്ത് നമുക്ക് കഴിഞ്ഞാൽ മതി. ദൈവത്തിന് സംസാരിക്കാൻ പ്രത്യേക സമയം, ഏത് ബഹളത്തിൽ ഏത് ആൾക്കൂട്ടത്തിൽ നമ്മൾ ഇരുന്നാലും സംസാരിക്കും. പക്ഷേ നമ്മളെ മൈൻഡ് അല്ലെ നമ്മുടെ ഹൃദയം ഹാലയില് പൂർണ്ണമായും ദൈവത്തെങ്കിലേക്ക് കണക്ട് ആകാൻ വേണ്ടിയിട്ടാ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പറയുന്നത്. അറയെ കിടന്ന് വാതിലടയ്ക്കാൻ പറയുന്നത്. അടുത്തടുത്ത യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടേക്കുന്നത് ലൂക്കോസിന്റെ പുസ്തകം 5:16 ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥന മാത്രമാണോ എന്ന് ചിന്തിക്കുന്ന വെച്ചാൽ കേട്ടോ, ഞാനത് നമുക്ക് കർത്താവ് യേശു ക്രിസ്തു എന്നാൽ അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആമേൻ. അവനോ നിർജ്ജന പ്രദേശത്ത്, അവിടെയും പറയുന്നത് നിർജ്ജന പ്രദേശത്ത്. അപ്പൊ ജനങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണോ കർത്താവ് പറയുന്നത്? അല്ല, കർത്താവ് കൂട്ടത്തിൽ നിന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പബ്ലിക്കലിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈവറ്റായിട്ടും പ്രാർത്ഥിച്ചു. പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാം കർത്താവ് രാത്രിയിലും ഏർലി മോർണിംഗ് ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത്. കാരണം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, മറ്റുള്ളവരെ കൂട്ടാതെ പോയി പ്രാർത്ഥിക്കുന്നതാണ്. അടുത്തടുത്ത് കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 14:23 അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. ആമേൻ. അവിടെ നമ്മൾ പറയുന്നത് അവൻ പുരുഷാരത്തെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. അപ്പൊ വൈകുന്നേരം എന്ന് വെച്ചാൽ അത് പകലാ പോയെന്ന് മനസ്സിലാകുന്നുണ്ട്. രാത്രി മറ്റേതൊന്നും വെളുപ്പാങ്കാലത്തെ പോയി രാത്രി പോയി കാണും. ഇപ്പൊ പകൽ സമയത്ത് പക്ഷെ അവിടെയും കാണുന്ന ഏകനായി. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് ഏകനായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും വെളുപ്പിനെ എഴുന്നേറ്റ് രാത്രി പ്രാർത്ഥിക്കുന്ന ഇതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ ഏതൊക്കെ സമയത്ത് പ്രാർത്ഥിക്കും. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് ഇഷ്ടം ആരെങ്കിലും കൂടെ പ്രാർത്ഥിക്കാനാണ്. അത് തെറ്റാന്നല്ല പറയുന്നത്, ഒരുവനേക്കാൾ ഇരുവൻ നല്ലതാണ്. അവർ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ രണ്ടുപേരും ഐക്യമത്യപ്പെട്ട് ഭൂമിയിൽ എന്ത് പിതാവ് പുത്രൻ മഹത്വം നമുക്ക് സാധിച്ചു. അങ്ങനെ പലതും നമ്മൾ വാക്യങ്ങളുണ്ടെങ്കിൽ നമുക്ക്, പക്ഷെ നമ്മുടെ എത്ര നമ്മൾ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചാലും എത്ര കൂട്ടായ്മ പ്രാർത്ഥന നടത്തിയാലും നമുക്ക് പേഴ്സണൽ പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മൾ ആത്മീയമായി വളരത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ പിതാവ് ഹല്ലേലൂയ രഹസ്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന എപ്പോഴും നമ്മൾ പിതാവുമായി ഇരിക്കുമ്പോൾ തന്നെയാണ്. നമ്മുടെ പിതാവിന് ഹല്ലേലൂയ നമ്മളോട് തനിയെ സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും സമയമില്ലാത്തതിന്റെ എപ്പോഴും എന്താണെന്നറിയാം, എന്തിനാണെന്നറിയാം, പേഴ്സണൽ പ്രേരണ. ഇനിയിപ്പോ പേഴ്സണൽ പ്രേരണ കാണാൻ സമയം കണ്ടെത്തി വന്നിരുന്നേ, ഒരിക്കലും ഇല്ലാത്ത ഫോൺ കോളുകളോ ആൾക്കാരോ എന്തെങ്കിലുമൊക്കെ കയറി വരും. എനിക്കിപ്പോ തീരെ ഇല്ലാത്ത കാര്യം പേഴ്സണൽ പ്രേയർ. കാണാൻ വെച്ച് കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ പ്രേയർ രാവിലെ അധ്യായം വായിക്കും, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒന്ന് പ്രാർത്ഥിക്കും. വൈകുന്നേരം അതൊക്കെ തന്നെ അല്ല വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഏറ്റവും പരാജയം. നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ട് ദൈവസേന ഇത് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ. ഞാൻ പറയാം, പണ്ട് നേരത്തെ ഇങ്ങനെ ഉള്ള സൂം മീറ്റിങ്ങിലെല്ലാം ചാടി കയറുമ്പോൾ കർത്താവിനോട് പറഞ്ഞിട്ട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം വെച്ചാൽ അത് ഇതും കേട്ടോണ്ട് വല്ലവനും വെറുതെ കേട്ടോണ്ടിരുന്ന ഞാൻ നിന്നോട് എപ്പോഴാണ് സംസാരിക്കുന്നത് ചോദിക്കും. അപ്പൊ നമ്മള് സൂം മീറ്റിംഗ് ഒക്കെ നിർത്തി, പക്ഷെ കർത്താവായിട്ട് സംസാരിക്കുന്നത്
വർദ്ധിച്ചതുമില്ല. ഹല്ലേലൂയ. അപ്പം ഇവിടെ കർത്താവുമായിട്ട് നമ്മൾ നമുക്ക് വ്യക്തിപരമായിട്ട് ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ കർത്താവ്, ഞാൻ അടുത്ത പറഞ്ഞു, നിങ്ങൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ കണ്ടാണ് പിതാവ് നമുക്ക് ഹല്ലേലൂയ നമുക്ക് പ്രതിഫലം തരുന്നു. നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്. 91 സങ്കീർത്തനത്തിന് 1 വാക്യം എന്താ പറയുന്നത്? അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്, അല്ലെ? അപ്പൊ അത്യുന്നതന്റെ മറയിൽ അപ്പൊ നമ്മൾ എവിടെ വസിക്കുന്നു, നമ്മൾ എവിടെ ഇരിക്കുന്നു, ഹാലേലി എന്നുള്ള. അപ്പൊ രഹസ്യത്തിൽ പിതാവിനോടൊപ്പം ഇരിക്കുന്നവനാണ് അത്യുന്നതന്റെ മറയിൽ വസിക്കുന്നവൻ. ഹാലേലിയ. അവൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ താഴോട്ട് വായിക്കുന്ന മൊത്തം അവന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ, ദൈവവുമായി ചേർന്നിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളെ പ്രതിഫലം തരുന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 18 തുടങ്ങിയിട്ടൊന്ന് വായിക്കാവോ? അപ്പോൾ ദാവീദ് രാജാവ് അകത്ത് എന്ന് യഹോവയുടെ സന്നിധിയിലിരുന്ന് പറഞ്ഞതെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എന്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദ് ഇനി നിന്നോട് എന്തു പറയണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദപ്രകാരവുമല്ലോ നീ ഈ വൻകാര്യമൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു, നിന്നെ പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. നിനക്ക് സിസ്റ്റർ, ഇവിടെ ദാവീദിന് ഒരു മകൻ ജനിച്ചിട്ടില്ല, മകൻ ഉണ്ടാവും, അവന് ഹല്ലേലൂയ നിന്റെ സിംഹാസനം തീരുത്തും എന്നെല്ലാം പറയുന്ന സമയത്ത് ദാവീദ് എന്താ ഇതൊക്കെ കേട്ടിട്ട് പോയിട്ട് വാതിലടച്ച് അറയിൽ കയറിയിട്ട് എന്താ ദൈവത്തോട് പറയുക, ഹല്ലേലൂയ, കർത്താവ് യഹോവേ, എന്താ പറയുക, ഹല്ലേലൂയ, ആമീൻ, ഞാൻ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അടുത്ത അതിൽ 20-21 വാക്യം നമുക്ക് ദാവീദ് ഇനി നിന്നോട് എന്ത് പറഞ്ഞു? കർത്താവ് യഹോവ, നീ അടിയനെ അറിയുന്നു. എന്താ ഈ പ്രോമിസ്? ദാവീദിന്റെ മേൽ വന്നത് ദൈവം എന്തിനാ ഈ വാഗ്ദത്തം കൊടുത്തതെന്ന് വെച്ചാൽ ഇത്രത്തോളം കൊണ്ടുവരാൻ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ദാവീദ് തന്നെ പറയുന്നത്, കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. കാരണം വെച്ചാൽ ദൈവത്തിന് ദാവീദിന്റെ ഹൃദയത്തെ അറിയാം നന്നായിട്ട്. ദാവീദ് എങ്ങനെയുള്ള മനുഷ്യൻ, എന്ത് ചിന്തിക്കുന്നു, എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവം നന്നായി അറിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞ ദൈവം വ്യക്തമായിട്ട് ദാവീദ് പറയുന്നത്, നീ അടിയനെ അറിയാം, നിന്റെ വചനം നിമിത്തം നിന്റെ പ്രസാദപ്രകാരമുള്ള നീ വൻകാര്യങ്ങളൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചു. അപ്പം ദൈവത്തിന്റെ വചനം എങ്ങനെയാ ദാവീദിനെ? ദൈവത്തിന്റെ വചനം നിമിത്തം, ദൈവത്തിന്റെ പ്രസാദപ്രകാരമാണ് ദൈവ കാര്യങ്ങൾ. അങ്ങനെ ദൈവം ചെയ്യണമെങ്കിൽ ദാവീദ് ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ചെയ്യുന്നവനായതുകൊണ്ടാണ്, ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നതിനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം ദാവീദിനെ അറിയുന്നു എന്ന് ദാവീദ് എഴുതിക്കുന്നത്. അത് നമ്മൾ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, നീ എന്നെ അറിയുന്നുവല്ലോ, അത്ര ഉറപ്പോടുകൂടി ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന ഹൃദയമാണോ നമ്മുടേത്? അത് അതിനുള്ളിൽ ഹല്ലേലൂയ നമ്മള് ഈ ലോകത്തിന്റെ മോഹങ്ങളും ചിന്തകളും വിചാരങ്ങളും നമ്മുടെ സ്വന്തം പ്രശ്നങ്ങളും അതെല്ലാം കുത്തി നിറച്ച് ഹല്ലേലൂയ എപ്പോഴും ദൈവത്തോട് ഹൃദയം കൊണ്ട് കുറുപുറത്തുകൊണ്ടോ പരാതി പറഞ്ഞുകൊണ്ടോ ഹല്ലേലൂയ ദൈവസേന നിൽക്കുന്നവരായിട്ടാണോ ദൈവം നമ്മളെ കാണുന്നത്? അത്ര ധൈര്യത്തോടുകൂടി അതായത് കർത്താവ് നീ എന്നെ അറിയുന്നുവല്ലോ. നമ്മൾക്ക് ആ ഉറപ്പ് വേണം പറയാനായിട്ട്. അപ്പൊ നീ എന്നെ അറിയുമ്പോൾ ഞാൻ നിന്റെ വചനം നിമിത്തവും ദൈവത്തിന്റെ പ്രസാദപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാൻ കഴിയണം. അതുകൊണ്ട് ദാവീദിന്റെ മേൽ ആ അനുഗ്രഹം വന്നേക്ക, തലമുറയാൽ അനുഗ്രഹം. ദാവീദോട് പറയാ, നിന്റെ സന്തതി ഇവിടുന്ന് ഞാൻ മാറ്റിക്കളയത്തില്ല. അത് ദാവീദിനെ ഓർത്ത് പലപ്പോഴും പലരെയും ദൈവം സിംഹാസനം ഇരുത്തിയിട്ടുണ്ട്, ഇല്ലേ? ദാവീദ് കഴിഞ്ഞ് വന്ന തലമുറയൊക്കെ ദാവീദിനെ പോലെയായിരുന്നു അല്ല. ഹല്ലേലൂയ. പക്ഷെ ദൈവം ദാവീദോട് പറഞ്ഞ വാക്ക് ഓർത്തു എന്ന് മാത്രം ഇന്നും ഓർത്തുകൊണ്ടേയിരിക്കുന്നു. യേശുകർത്താവ് ഇനി രാജാവായി ഭരണം ചെയ്യാൻ വരുമ്പോഴും ദാവീദിന്റെ സിംഹാസനം ഇരുത്തുമെന്നാ പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പൊ ഒരു മനുഷ്യന്റെ ഹല്ലേലൂയ ആ ഹൃദയം പകർന്ന ദൈവസന്നിധി പകർന്നത് കൊണ്ട് ഒരു മനുഷ്യൻ ദൈവസന്നിധി സത്യസന്ധനായി നിന്നതുകൊണ്ട് ഹല്ലേലൂയ അവിടെ ദൈവം അവർക്ക് കൊടുക്കുന്ന വലിയൊരു വാഗ്ദത്തമാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലയില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദൈവസ്ഥന് നമ്മുടെ ഹൃദയം എങ്ങനെ കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിന് കിഴക്ക് വരും. കാര്യം കണ്ടു കഴിയുമ്പോൾ തോന്നുന്ന വഴിക്ക് പോകും. ഹാല് പിന്നെ എന്തെങ്കിലും അടി കിട്ടുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വരും, പിന്നെയും പോകും. ഇസ്രായേൽ ജനത്തെ പോലെ നമ്മൾ ആരെക്കാട്ടി കഷ്ടം നമ്മളെയൊക്കെ. ഹല്ലേലൂയ. എത്ര പേര് സിൻസിയർ ആയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? എന്താ കുറെ ആവശ്യങ്ങളെ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. അതല്ല പ്രാർത്ഥന. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾ പറയുന്ന ജൽപ്പനങ്ങളല്ല പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാറില്ലെന്ന് വെച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഹൃദയ പകർന്നുള്ള പ്രാർത്ഥന അതല്ല. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു അന്നേ നമ്മുടെ പ്രാർത്ഥന ശരിക്കും പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ല. നമുക്ക് ഹന്നയുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയണം, ഹന്ന ഹൃദയം പകർന്ന ദിവസം. പക്ഷെ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവം, നീ എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അത് നിനക്ക് വേണ്ടി തിരിച്ചു തരും. ആ കൊടുക്കുമെന്ന് സമർപ്പിച്ചപ്പോ ദൈവത്തിന് വേണ്ടി ഹന്ന പ്രാർത്ഥിച്ചതവിടെ. ദൈവ എപ്പോഴും ഹന്നയെ കുത്തി നോവിച്ചിരുന്നവർ അവരുടെ മുമ്പിൽ പരിഹാസമാകാതിരിക്കുക എന്ന് വെച്ചാൽ ഹന്ന എപ്പോഴും അവിടെ ക്രിസ്ത്യമ പറയുന്ന ആലയത്തിലേക്ക് കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെയും പെരീന ഹന്നയെ കുത്തി നോവിച്ചു അല്ലേ? കാരണം എന്താ? നമുക്കും കിട്ടും. ഇന്നലെ എന്നോട് ആരെന്ന് പറയാ ഒരു സഹോദരനുണ്ട് എന്നോട് എപ്പോഴും ബൈബിളിൽ കയറി പിടിക്കും. ഞാൻ പറയും, ഈ പറയുമ്പോഴൊക്കെ ഈ സംസാരിക്കുമ്പോഴേ ഈ ബൈബിളിൽ കയറി പിടിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയും, ബൈബിൾ അങ്ങനെ ആർക്കും പരിഹസിക്കാനുള്ള സംഭവമല്ല. ഞാൻ പറയും, എൻ്റെ അമ്മയ്ക്കുള്ള സ്വഭാവം എന്ത് പറഞ്ഞു തന്നാലും പ്രാർത്ഥനയെ കയറി പിടിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എവിടെ കുത്താൻ നോക്കുന്നത്. ഞാൻ പറയും, ഇത് നിങ്ങൾ അറിയാണ്ട് വിളിച്ചു വരുന്ന ഒരു കാര്യം ഉണ്ടെന്നറിയാം, ഇത് ശാപമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. കാരണം പരിഹസിക്കാനായിട്ട് ബൈബിളിനെയോ പരിഹസിക്കാനായിട്ട് ഒരുവന്റെ പ്രാർത്ഥനയോ ആരെങ്കിലും പിടിക്കുന്നെങ്കിൽ അത് അവരുടെ ജീവിതത്തെ അറിയാണ്ട് ശാപമാണ്. കാരണം അത് പരിഹസിക്കാനുള്ളതല്ല. വിവരമില്ലാത്തത് കൊണ്ടും അല്ല അറിവില്ലാത്തത് കൊണ്ടും അവർ പറയുന്നതാണ്. പക്ഷേ അറിവില്ലായ്മ ദൈവം ക്ഷമിക്കും. പക്ഷെ അത് പറഞ്ഞു കൊടുത്തതിന് ശേഷവും ഇത് ആവർത്തിക്കുന്നെങ്കിൽ അത് ശാപമാണ്. ഇന്നലെ ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞു, ഇവിടുത്തെ ഒരു ഹിന്ദു സഹോദരൻ അല്പം മദ്യപാനി ഒക്കെ ആണെങ്കിൽ പോലും അന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചെന്നോട് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ അപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞ് തന്നെ ആ പ്രശ്നം സോൾവ് ആയെന്ന് പറഞ്ഞ് വിളിച്ച് പറയാം. അപ്പൊ ഇന്നലെ കഴിഞ്ഞത് ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് അന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പം ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ചപ്പം എന്നോട് ആലോചിച്ച്, ഇയാൾ എങ്ങനെ ഇതൊക്കെ പഠിച്ചെന്ന് ചോദിച്ചോട്ടെ. ഞാൻ ഇത് പഠിക്കുന്നതല്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ അന്യഭാഷ പറഞ്ഞു എനിക്ക് കേട്ടോ. അപ്പൊ ഇതെങ്ങനെ ഞാൻ അത് പഠിക്കുന്നതല്ല. എന്തോ ഒരു ഭാഷ പറഞ്ഞപ്പോൾ ഒരു ശക്തി എനിക്ക് അനുഭവിക്കാൻ പറ്റി. ഹല്ലേലൂയ. അപ്പം നമ്മുടെ നമ്മുടെ നിൽക്കുന്ന ജോലിക്കാർ അജിതയും പറയും, ചേച്ചി അവിടെ നിന്ന് ഈ അന്യഭാഷ പ്രാർത്ഥന എന്റെ ശരീരമെല്ലാം കയറി പിരിക്കും. എന്റെ ശരീരത്തിലൊക്കെ ഭയങ്കര ഒരു പെരുപ്പ് പോലെ എന്തോ ഒരു ശക്തി വരുന്ന എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് വരും. അപ്പൊ ഇത് എന്താ പറയാ, അപ്പൊ ഞാൻ പറയും, ഇത് ഞാൻ സംസാരിക്കുന്ന ഭാഷ, ഇത് പഠിച്ച് സംസാരിക്കുന്നല്ല, ഇത് അന്യഭാഷയെന്ന് പറയും. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ നമുക്ക് വരുന്ന അപ്പൊ ഇതിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്താ ആരാ സാക്ഷ്യപ്പെടുത്തുന്ന 2 ഹിന്ദു സഹോദരങ്ങളെ 2 പേരും. അപ്പൊ അവര് കേട്ടപ്പോൾ അത് പറയുന്നപ്പോ സമയത്ത് എനിക്ക് പെട്ടെന്ന് ശരീരത്തിൽ എന്തോ ഒരു ഇത് വന്നെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര അന്നേരം എനിക്ക് ശരീരം എന്നിട്ട് അവൻ പറയാം എന്നോട്, എനിക്ക് ഭയങ്കര അപ്പൊ ഹൃദയമൊക്കെ എന്റെ ആ ടെൻഷനൊക്കെ ഫ്രീ ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഹാലേലിയ. എവിടെ എന്താ ഈ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ പറയുന്ന ഹാലേലിയ അന്യഭാഷ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർ ഞാൻ പറഞ്ഞത് ഇത് നിനക്ക് കേട്ടപ്പോൾ ശക്തി തോന്നി, നിന്റെ ഹൃദയം ഫ്രീ ആയി. പക്ഷെ മറ്റിടത്ത് ഒരിക്കൽ വിജയഞ്ചൽ പാസ്റ്റർ ഒരു ശുശ്രൂഷയിൽ ഓൺലൈനിൽ അന്യഭാഷ പറഞ്ഞപ്പോൾ ഹാലേലിയ ആൾക്കാരതെടുത്ത് സിനിമാ പാട്ടുമായിട്ട് ഇട്ട് ട്രോൾ ഇറക്കി. കാരണം എന്താ? അവർക്ക് ഇതിന്റെ വാല്യൂ അറിയാത്തത് കൊണ്ട്. നമ്മുടെ കർത്തങ്ങൾ നമ്മൾ വചനം പോലെ മുത്തെടുത്ത് പന്നിന് മുമ്പ് ഇട്ടിട്ട് കൊടുത്ത് എന്തായിരിക്കും കാര്യം? അല്ലേ? അതിന് മനസ്സിലായത് മുത്താണെന്നുള്ളത് മനസ്സിലായില്ല. അതുപോലെ ആൾക്കാരൊന്ന് ട്രോളാക്കിയത്. പക്ഷെ ആ സമയത്ത് അത് ഓൺലൈനിൽ കണ്ടുകൊണ്ടിരുന്ന പലരും അഭിഷേകം പ്രാപിച്ചു. അപ്പൊ ഇതിന്റെ ശക്തി തൊടേണ്ടവരെ തൊടുന്നുണ്ട്. ഹാലേലിയ. ഇപ്പൊ ഞാൻ അന്യഭാഷ പറഞ്ഞിട്ട് ഒരു ഇതിലെ പോകുന്ന ആരെങ്കിലും കേട്ടോ അവളെ അവന്റെ കലവില എന്ന് പറഞ്ഞ് പറയുന്നു, എന്താ മനസ്സിലാകുന്നില്ല, പ്രാന്താന്ന് തോന്നുന്നു പറയാം. ഹാലേലിയ. പക്ഷേ ഹാലേലിയ അത് തൊടേണ്ടവരെ ദൈവം തൊട്ടു. എല്ലാവരെയും ഇത് തൊടത്തില്ല, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ഹൃദയം ഫ്രീ ആയി ശരീരത്തെ ഫീൽ ചെയ്യാൻ പറ്റിയെങ്കിൽ ഹാലേലിയ അതിന് പവറുണ്ട്. അപ്പൊ നമ്മൾ ആൾക്കാർ എന്ത് കേൾക്കുമെന്ന് ഓർത്തോട്ടോ ഹല്ലേലൂയ. ആൾക്കാർ അപ്പൊ ഇതിനെ കണ്ട് കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും എന്തുകൊണ്ടാണെന്നറിയാ കളിയാക്കുന്നത്? അവരുടെ അറിവില്ലായ്മ, അവരുടെ വിവരക്കേടാ.
ഹാലയില്ല. അതിനെ നമ്മൾ വിട്ട് കളഞ്ഞേക്കുക. അത് ദൈവവുമായിട്ട് തീർത്തോളും. നമ്മൾ അതിന്റെ പിന്നാലെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച്, ഇപ്പൊ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പ്രയോജനമാകണമെങ്കിൽ അവരോട് അന്യഭാഷ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവരോട് മലയാളത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. അല്ലെ? ഒരാൾ വരുമ്പോ വിളിക്കുമ്പോ മൊത്തം അന്യഭാഷ പറഞ്ഞാ ശരി പൊക്കോന്ന് പറഞ്ഞാൽ ഇവൻ എന്താ നമ്മുടെ ബന്ധക്കോസ്തുകാർക്ക് പോലും പാസ്റ്റർമാര് തലേ കഴിച്ചാൽ 4 അന്യഭാഷയും പറയണം, അത് മലയാളത്തിൽ പറഞ്ഞു തരണം. അല്ലേ? ഞാൻ പണ്ട് ചോദിക്കും, എന്റെ വിചാരം മൊത്തം ഈ അന്യഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചാലേ പവർ വരുത്തുള്ളൂ, അല്ലെ പ്രാർത്ഥന. ഞാൻ പണ്ട് ഒരു ദൈവദാസനോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ ഇന്ന് ദൈവം ഒന്ന് ഇടപെട്ടില്ലേ? അതെന്താ സിസ്റ്ററെ? അല്ല ഇന്ന് അന്യഭാഷ ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ വിരക്കേണ്ട സമയത്ത് അതൊക്കെ പാസ്റ്റർ ചിരിച്ചിട്ട് പറഞ്ഞ്, ഇത് തലയിൽ കൈവച്ച് അനുഗ്രഹമായിട്ട് വാക്ക് പറഞ്ഞാൽ പോലും അനുഗ്രഹം. പക്ഷെ നമുക്ക് എന്താ അല്പസമയം ഒന്ന് തലയൊക്കെ ഒന്ന് തിരിച്ച് ഉരുട്ടി അന്യഭാഷയൊക്കെ പറഞ്ഞ് 4 ദൂതൊക്കെ കേട്ടാലും നമുക്കൊരു സമാധാനമാകത്തുള്ളൂ. ഇത് നമ്മുടെ വിവരക്കേടാന്ന് പറയാം. അപ്പൊ ഈ പ്രാർത്ഥന പലരും അപ്പൊ ഈ ദാവീദൂടെ പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവം ദാവീദിനെ അറിയുന്നു എന്ന് പറഞ്ഞത്. പറഞ്ഞത് ഹന്നയുടെ പ്രാർത്ഥന ഹൃദയം പകർന്ന് പ്രാർത്ഥന. പക്ഷെ എന്നെ ഇവിടെ ഹൃദയം പറഞ്ഞപ്പോ ഹന്നയുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞ സമയത്ത് ഹന്ന പറയുന്നുണ്ട്, ഒരു മകനെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ദൈവമേ നീ എനിക്ക് ഇതൊന്ന് ചെയ്തു തന്നാൽ ഞാൻ നിനക്ക് ഇതങ്ങ് തിരിച്ചു തരാമെന്ന് പറയാറുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട് അതിനകത്ത്, ശമ്പളം കിട്ടുന്നവരുണ്ട്, വരുമാനമുള്ളവരൊക്കെ ഉണ്ട് പലരും. ദൈവം പറയാ നിങ്ങൾക്ക് കിട്ടി ഈ മാസത്തെ സാലറി മുഴുവൻ ഹല്ലേലൂയ നിങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? ദൈവത്തോട് 10 ദിവസം തിരിച്ചു ചോദിക്കും. എന്താ ഇത് തന്നാൽ കൊച്ചുങ്ങളുടെ ഫീസ് എങ്ങനെ കൊടുക്കും? നമ്മുടെ വാടക എങ്ങനെ കൊടുക്കും? ഭക്ഷണം എങ്ങനെ കഴിക്കും? വണ്ടിയുടെ EMI എങ്ങനെ അടയ്ക്കും? ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ പേ ചെയ്യും? അപ്പൊ ഇതൊക്കെ എടുത്തിട്ട് അത് മൊത്തം കൊടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. ഹല്ലേലൂയ അല്ലേ? ചോദിക്കത്തില്ലേ? 10% തന്നെ നമ്മൾ കൊടുക്കുന്ന കാര്യമൊക്കെ കഷ്ടി ഉരുട്ടിയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. എത്രയൊക്കെ മാറ്റം അത് കൊടുക്കുന്നവർ കൃത്യമായി കൊടുക്കുന്നവർ എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ എനിക്ക് കിട്ടുന്നത് ദൈവത്തിനുള്ള. ഓക്കെ, ഒന്ന് പറയാം. ആദ്യ ഫലം ദൈവത്തിനുള്ളതാണ്. ഈ ആദ്യത്തെ സാലറി മൊത്തം ദൈവത്തിന് കൊടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? ആദ്യത്തെ തലമുറ ദൈവത്തിന് കൊടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? സമർപ്പിക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ കാണത്തില്ല. കാരണം എന്ന് വെച്ചാ നമ്മുടെ ആഗ്രഹമൊക്കെ എന്താ? നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ഹല്ലേലൂയ ആമേൻ. ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചു. ഇപ്പൊ ആലോചിക്കാൻ കാര്യം ഷേർലി സിസ്റ്റർ വൈകിട്ട് പ്രേയർ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആൻമോൾക്കൊണ്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ വാക്ക് പറഞ്ഞു. അവൾ അനേകരെ സൗഖ്യമാക്കുന്ന ആളാട്ടോ. രോഗശാന്തിയുടെ ശുശ്രൂഷ കൃപാവരമുള്ള മേൽ വ്യാപരിക്കണമെന്ന് ഷേർലി സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഷേർലി ഓർക്കുന്ന അറിയത്തില്ല. ആത്മായ പുള്ളിക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അപ്പൊ ഞാനും പെട്ടെന്ന് ആലോചിച്ചു, കർത്താവേ ഒരു രോഗശാന്തിയുടെ കൃപാവരമുള്ള മേൽ ഉണ്ടെങ്കിൽ അവൾ കരം വെക്കുമ്പോൾ എല്ലാവരും അങ്ങ് സൗഖ്യമാകത്തില്ലേ? അല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ MBBS MD ഒക്കെ എടുപ്പിക്കണം, അല്ലെങ്കിൽ പഠനം വേണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ കൃപ നമ്മളിൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ MBBS എടുത്ത ഡോക്ടർമാർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്തത് നമുക്ക് സൗഖ്യമാക്കാൻ കഴിയും. ഇല്ലേ? നമ്മൾ എത്ര പേര് ആഗ്രഹിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ആകണമെന്ന്? ഹല്ലേലൂയ ഹല്ലേലൂയ അതിശക്തരായ ശുശ്രൂഷകരാകണം. ഹല്ലേലൂയ അനേകർക്ക് വെളിച്ചം കൊടുക്കുന്നവരാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും ലോകപരമായ ജോലിയും കാര്യങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാത്ത എന്റെ ഹൃദയത്തിൽ ഞാൻ പറയാം, ആൻമോളിൽ എത്ര പഠിച്ചാലും ഞാൻ പറയും എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ള ഏറ്റവും നല്ലൊരു ശുശ്രൂഷയാകണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് അത്. ഹല്ലേലൂയ ഒക്കെ എന്റെ ആഗ്രഹം ഹല്ലേലൂയ അവള് നല്ലൊരു ശുശ്രൂഷയാകണം. കാരണം അനേകർക്ക് അനുഗ്രഹമാകുന്ന ഹല്ലേലൂയ ലോകപരമായ ഏത് ജോലിയെക്കാട്ടിയും മേന്മ അതിന് തന്നെയാണ്. അത് ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ നല്ല സാലറി ആയിട്ട് ജോലി വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് എല്ലാം എടുത്ത് ദൈവം കൊണ്ടെടുത്തിട്ട് ഒരു സാലറിയും ഇല്ലാതെ ദൈവം എന്നെ പോറ്റുമ്പോൾ ദൈവം ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും, നിനക്ക് വല്ല കുറവുണ്ടോ? നിനക്ക് വല്ല കുറവുണ്ടോ? കാരണം ഇന്ന് വരെ ദൈവം എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എനിക്ക് എല്ലായ്പ്പോഴും ദൈവം തരുന്നതിനെക്കാട്ടിയും എനിക്ക് ഇന്നിപ്പോൾ എന്ത് സാധനം കിട്ടിയ ഏറ്റവും ബെസ്റ്റാണ് കിട്ടുന്നത്. കാരണം ഞാൻ ഒരു മൊബൈൽ ആഗ്രഹിച്ചപ്പോൾ കിട്ടിയതാണെങ്കിൽ, ഒരു വാച്ച് ഇപ്പൊ ആഗ്രഹിച്ചാൽ കിട്ടിയതാണെങ്കിൽ, എന്ത് കാര്യം കിട്ടിയാലും ഏറ്റവും നല്ല ബ്രാൻഡ് നമുക്ക് ദൈവം തരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ബ്രാൻഡ് ചിലപ്പോൾ നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ചിലപ്പോൾ വാങ്ങത്തില്ല. ഇപ്പൊ അതുപോലെ കാര്യങ്ങൾ ദൈവം എനിക്ക് തരുന്നുണ്ട്. കാരണം അപ്പൊ ദൈവം ചോദിക്കുന്നത് നമുക്ക് വല്ല കുറവുമുണ്ടോ? ഹല്ലേലൂയ ഇവിടെ ദൈവത്തിന് ഹൃദയത്തിൽ നമ്മുടെ പ്രാർത്ഥന, ഹന്നയുടെ പ്രാർത്ഥന പോലെ പ്രാർത്ഥന എത്ര പേരുടെ ഹൃദയത്തിലുണ്ട്?
എത്ര പേര് അങ്ങനെ സമർപ്പിക്കും? അപ്പൊ വ്യക്തിപരമായി ഞാൻ പറയാം, ഇപ്പൊ കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇതിനകത്ത് ആൻമോള് കേൾക്കുന്നു, ഞാൻ അവർക്കും പ്രാർത്ഥിക്കാം. ദൈവമേ എനിക്ക് പഠിച്ചാല് അല്ലെ എല്ലായിടത്തും ദൈവം ടോപ്പ് ആക്കുക, അല്ലെ എല്ലായിടത്തും ദൈവം എക്സലന്റ് ആക്കി നിർത്തും. പക്ഷെ എക്സലന്റ് ആക്കി നിർത്തിയാലും നാളെ ദൈവം പറയാ, മോളെ ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് നീ എന്റെ കർത്താവിന്റെ വേലയ്ക്ക്, എന്റെ വേലയ്ക്ക് നീ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ ഒരു മടിയില്ലാതെ ഇറങ്ങാൻ പറ്റും. ഞാൻ പണ്ടൊരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഹാലേലിയ ആമേ പഠിച്ചപ്പോ ചോദിച്ചു, കർത്താവെ പഠിച്ചോണ്ടിരിക്കുമ്പോ രക്ഷിക്കപ്പെട്ടെ ഇറങ്ങട്ടെ? അപ്പൊ പറഞ്ഞു വേണ്ട. ഹാലേലിയ അവസാനം വിദ്യാഭ്യാസം പൂർത്തിയായ ഹാലേലിയ ജോലി കിട്ടിയവ ചോദിച്ചു ഇറങ്ങട്ടെ? ഇല്ല. അവസാനം യുഎസിൽ പോകാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി, അപ്പോഴും ചോദിച്ചു ഹാലേലിയ. ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് വിവാഹം കഴിഞ്ഞു ഹാലേലിയ. അപ്പോഴൊക്കെ ദൈവവേലയ്ക്ക് ഇറങ്ങാൻ ചോദിച്ചപ്പോ ഒന്ന് അവിടെ ചെന്ന് ഒരു വീടൊക്കെ വാങ്ങി അവിടെ സെറ്റിലായി കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു എല്ലാം വിട്ടിട്ട് തിരിച്ചു പോകുന്നുള്ളത് പറഞ്ഞു. ഒരു ആരെങ്കിലും ഒന്നും മടി പിടിച്ചില്ല. അവിടുന്ന് എല്ലാം വിട്ട് പുള്ളി എല്ലാം വിറ്റുപെറുക്കി തിരിച്ച് നാട്ടിൽ വന്നു. ഹാലേലൂയ. നാട്ടിൽ വന്നിട്ട് ആദ്യം ഭയങ്കര ശുശ്രൂഷ ചെന്നൈ ബേസ് ചെയ്ത് അദ്ദേഹം പേര് ഞാൻ പറഞ്ഞു, അതിന് വ്യക്തിപരമായിട്ട് പറഞ്ഞ കാര്യം അനുഭവം. അദ്ദേഹം ആദ്യം വന്നപ്പം ഹാലേലൂയ അദ്ദേഹം ഇറങ്ങിയപ്പം ആരുമില്ല, അങ്ങേർക്ക് സഭയുമില്ല, ഒന്നുമില്ല. പുള്ളി തെരുവിലൊക്കെ പോയി അവിടെയൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുന്ന ആൾക്കാരെ എല്ലാം വിളിച്ച് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് അവരുടെ മുമ്പ് വചനം പറയാൻ തുടങ്ങി. ഇന്ന് പതിനായിരങ്ങൾക്ക് കൂടുന്ന സഭയല്ല, ശുശ്രൂഷകൾ. പക്ഷെ ആരംഭം എങ്ങനെയായിരുന്നു? അപ്പൊ കർത്താവ് അവിടെ വെച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, വൈഫ് സഹിതം പറഞ്ഞു ഹാലേലൂയ ചെയ്യരുന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് അത് നമ്മുടെ കയ്യിൽ നമുക്കൊന്നും ഇല്ലാത്തപ്പോഴൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വിട്ടുപോരാൻ പറഞ്ഞാലൊക്കെ പോരും. പക്ഷെ എല്ലാ സമൃദ്ധിയും തന്നിട്ട് ദൈവം പറയും ഇതെല്ലാം ഉപേക്ഷിച്ച് നീ ഇറങ്ങിക്കോ എന്ന് പറയുക ഇച്ചിരി പ്രയാസമാണ്. ഞാനതാ പറയുന്നത്, എക്സലന്റ് ആയിട്ട് ടോപ്പായി പഠിച്ച് നല്ല നിലയ്ക്ക് എത്തിക്കഴിഞ്ഞിട്ട് ദൈവം പറയുക മോളെ നീ ഇത് വിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അന്നൊരു ഒരു മടിയും കൂടാതെ ഇറങ്ങാൻ പറ്റണം. അവിടെയാണ് നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് ഖന്ന പകർന്ന് പ്രാർത്ഥന പോലെ പ്രാർത്ഥനയാകുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ കണ്ട് തന്നെയാണ് ദൈവം നമുക്ക് നമുക്ക് ഓരോന്നിനും മറുപടി തരുന്ന ആമേ. ദാനിയേലിന്റെ പുസ്തകം 6:10 വായിച്ചേ. ഓരോരുത്തരുടെ പ്രാർത്ഥനയാണ്. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു. അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേം നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. രേഖ എഴുതിയിരിക്കുന്ന അറിഞ്ഞിട്ട് ദാനിയേൽ. നമ്മളിപ്പം ദുബായ്ക്കാരുണ്ട് ഇതിനകത്ത്. ബിജി സിസ്റ്ററെ, സൗമ്യ സിസ്റ്ററെ, നിങ്ങളോടൊക്കെ അവിടെ പറയുന്ന നിങ്ങൾ ആരും ഒരു മാസത്തേക്ക് നിങ്ങളുടെ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരു മീറ്റിംഗ് നടത്താൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ ഷാർജയിൽ വീടുകളിൽ ഭവനങ്ങളിൽ പ്രാർത്ഥന നടത്താൻ പാടില്ലെന്നപ്പോൾ എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥന നിർത്തിവെച്ചു. കാരണം എന്താ? നിയമം അവിടെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന നടത്തി എന്നോട് ആൾക്കാർ പേടിപ്പിച്ചു. പ്രാർത്ഥന നടത്തരുത് പറഞ്ഞിട്ടുള്ള എല്ലിയ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്താ? ദാനിയേല് രേഖ എഴുതി കണ്ടപ്പോൾ ദിവസങ്ങളിൽ പോയിട്ട് അന്ന് പതിവ് പോലെ ദാനിയേലിന് ലോകപരമായ രേഖകളൊന്നും നിയമങ്ങളൊന്നും ദാനിയേലിന് ഭയമായി തോന്നിയില്ല. കാരണം ദാനിയേലിന് ഒരു കാര്യം അറിയാം, രഹസ്യത്തിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവം. ദാനിയേലിന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം. ആ ദൈവം ഒരിക്കലും ദാനിയേലിനെ മറ്റുള്ളവർ മുമ്പ് നിന്നയെ പരിഹാസമാക്കാനായിട്ട് ഇടയാക്കത്തില്ല. എന്ന് വെച്ചാൽ എന്തിന്റെ പേരിലാണെങ്കിൽ ആര് റെസ്ട്രിക്ട് ചെയ്താലും അവൻ ഭർത്താവ് വഴക്ക് പറഞ്ഞാലും ഭാര്യ വഴക്ക് പറഞ്ഞാലും മക്കൾ വഴക്ക് പറഞ്ഞാലും ആര് വഴക്ക് പറഞ്ഞാലും പ്രാർത്ഥിക്കും. എന്തൊക്കെ ആമയും നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ സാറാമ്മ സിസ്റ്ററാണ്. പെന്തക്കോസിന്റെ പി എന്ന് കേട്ടാല് അങ്കിള് വേളം ഉണ്ടാക്കിക്കൊണ്ട് ഇത്ര വർഷങ്ങളായിട്ട് സാറാമ്മ സിസ്റ്റർ പ്രാർത്ഥന നിർത്തി വന്നിട്ട് ഇന്നിപ്പം നേരം വെളുക്കം തായ്പൊടി എത്തിയിട്ട് സാറാമ്മ സിസ്റ്റർ രാത്രി 12 മണി വരെ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. സാറാമ്മ സിസ്റ്റർ പ്രാർത്ഥിക്കും. കാരണം എന്താന്ന് വെച്ചാ ആ നിർത്താതെയുള്ള പ്രാർത്ഥന ഒരിടത്ത് പോലും നിന്നയാനായിട്ട് ഇടയായിട്ടുണ്ടോ? ഇല്ല. കാരണം ദൈവം 3 മക്കളെ പെന്തക്കോസ്തുകാരെ കൊണ്ട് തന്നെ കെട്ടിച്ചത്. അത് ഏറ്റവും മനോഹരമായ ദൈവം അത് നടത്തി കൊടുത്ത. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയല്ല അഭിമാനമാകുന്ന രീതി ദൈവം അത് മാറ്റി. കാരണം എന്താ? പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ശക്തിയുണ്ട്.
അല്ല, ദാനിയേലിന് നമുക്കറിയാം, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ദാനിയേലിന് എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ചെമ്പക്കൂട്ടിലൊക്കെ വീണ് കാണുമായിരിക്കും. പക്ഷേ അല്ല, അവിടെയും സ്വർഗത്തിലെ ദൈവം ദാനിയേലിനെ സ്വന്തം ദൂതന്മാരെ അയച്ചു വിട്ട് വെച്ച് ദാനിയേൽ സിംഹത്തിന്റെ വായട്ടപ്പിച്ച ദൈവമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്രയും വലിയ പ്രതിസന്ധിയിലൊന്നും നമ്മൾ പോയിട്ടില്ല. അത്രയും വലിയ പ്രതികൂലത്തിലൂടെ നമ്മൾ പോയിട്ടില്ല. കാരണം നമ്മൾ പോകുന്നത് വളരെ ചെറിയ, ഇന്ന് യുദ്ധം നടക്കുന്ന അവിടെ വിശ്വസിച്ച് പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ വാണം വിട്ട പോവാതെ നമ്മുടെ മേളക്കിടെ പോകുന്നു. അതിൽ നിന്ന് ഒരു പീസ് തെറിച്ച് നിങ്ങളുടെ ദേഹത്ത് വീണോ? വീഴത്തില്ല. ഇനിയിപ്പോൾ അത് നിങ്ങളുടെ തലയുടെ മുകളിൽ നിന്ന് പൊട്ടിച്ചെറിയാലും ഞാൻ പറയാം നിങ്ങളുടെ ദേഹത്ത് വീഴത്തില്ല. കാരണം ദൈവം അതിനു മുമ്പേ, ഈ യുദ്ധത്തിന് മുമ്പേ വിജയ സൃഷ്ടിക്കേണ്ട പ്രാർത്ഥിച്ച ഒരു കാര്യം കാണിച്ചു. ഇങ്ങനെ വലിയൊരു പ്രൊട്ടക്ഷൻ ഇങ്ങനെ മുകളിൽ ഒരു ഷീൽഡ് പോലെ വന്ന് ഇങ്ങനെ കവർ ചെയ്യുന്നതായിട്ട് കാണിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മുടെ ഈ മെട്രോ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്ന പോലെ, അതേപോലെ അലുമിനിയം അതുപോലെ ഒരു സംഭവം ഇങ്ങനെ പൊങ്ങും. എന്നിട്ട് ഇത് ഇങ്ങനെ ഫുൾ ആ ഏരിയ മൊത്തം കവർ ചെയ്യുന്നതൊക്കെ കാണിച്ച്, അത് ഏരിയ മൊത്തം കവർ ചെയ്യുന്നതൊക്കെ കാണിച്ചെങ്കിൽ ഇതൊന്നും നിന്നെ തൊടത്തില്ല. നീ അതിലിപ്പം വാണം പോയാൽ മാത്രമല്ല, അത് പൊട്ടിച്ചതിന് താഴെ വീണാലും ഞാൻ പറയാം നിങ്ങൾക്കൊരു കുഴപ്പം വരത്തില്ല. അത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാ, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ അത്. അവിടെ ചെന്നിട്ട് ട്രോണിന്റെ പീസ് വീണ് മരിക്കാനുള്ളവരല്ല നമുക്ക്. അനേക രാജ്യങ്ങൾ നീ അനുഗ്രഹമാകുമെന്ന് പറഞ്ഞ അങ്ങനെ ആയതിനു ശേഷമേ ഉള്ളൂ. ദൈവം വാഗ്ദത്തം പറഞ്ഞ് പകുതിക്ക് വെച്ച് മുറിച്ച് കളയത്തിന് കൊണ്ടുപോകത്തൊന്നുമില്ല. അപ്പൊ അത് കണ്ടു എന്ന് പറഞ്ഞല്ലേ, എത്രയോ ആൾക്കാർ വഴി കൂടെ പോയത് അത് വീണ് മരണപ്പെട്ടു, ഇന്നിപ്പം ഹോസ്പിറ്റലായിരിക്കുന്നു. ഇങ്ങനെയൊക്കെ എത്ര ആൾക്കാർക്ക്. പക്ഷേ അവിടെയല്ല അത്തിന്റെ മറവിങ്കലാണ് നീ വസിക്കുന്നെങ്കിൽ, സർവശക്തി നിഴലിൻ കീഴെ പാർക്കുന്നെങ്കിൽ നമ്മുടെ വശത്ത് 1000 പേരും നമ്മുടെ വലതുവശത്ത് 10,000 പേരും വീഴും, പക്ഷെ അത് നിന്നോടടുത്ത് വരത്തില്ല. കാരണം അത് ദൈവത്തിന്റെ നീതിയാണത്, ദൈവത്തിന്റെ കരുണയാണ് നമ്മളോടുള്ള. ഹാലൂയ. 1 ശമൂവേൽ 16:7 കൂടെ ഒന്ന് വായിക്കൂ സിസ്റ്റർ. അത് കഴിഞ്ഞ് യിരെമ്യാവ് 17:10 വായിച്ചു നിർത്താം. യഹോവ 1 ശമൂവേൽ 16:7. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. സ്തോത്രം. അപ്പൊ നമ്മള് ദാവീദിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞു വിട്ടതാ. ആരെയും പറഞ്ഞില്ല, ഈശയുടെ മകൻ. പക്ഷെ അവിടെ പറഞ്ഞ് യവൻ പറഞ്ഞ് അവന്റെ പൊക്കമോ വണ്ണമൊന്നും നോക്കല്ല്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ഞാൻ ഹൃദയത്തിലേക്ക് നോക്കുന്നു. ആമയോടെ ഞാൻ അവനെ തള്ളി, ഞാൻ മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെയല്ല ദൈവം നോക്കി. നമ്മുടെ ദൈവം നമ്മൾ എത്രയൊക്കെ അതിഭാഷണം നടത്തിയാലും, എത്രയൊക്കെ ഭംഗിയായി പ്രാർത്ഥിച്ചാലും, എത്രയൊക്കെ ഭംഗിയായി പ്രസംഗിച്ചാലും ദൈവം അപ്പോഴും നമ്മൾ നോക്കുന്ന എന്താ? നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. യിരെമ്യാവ് 17:10 വായിക്കാവോ? യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ആമേൻ. സ്തോത്രം. പറയുന്നത് യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നു. ഹല്ലേലൂയ. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്തിട്ടാണ്, നമ്മുടെ നടപ്പിനെ അനുസരിച്ചാണ് ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്. അപ്പം നമ്മുടെ ദൈവം രഹസ്യത്തിൽ കാണുന്ന പിതാവ് രഹസ്യത്തിൽ നിനക്ക് മറുപടി തരാൻ പറഞ്ഞു. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന പിതാവ് എന്താ? രഹസ്യത്തിൽ എന്താ കാണുന്നത്? നമ്മുടെ ഹൃദയത്തെ കാണുന്നത്. അതിനെ പരിശോധിച്ചിട്ടാണ്. അടുത്ത് നമുക്ക് റോമാലേഖനം 8:15, ഗലാഷ്യൻസ് 4:6 കൂടെ വായിക്കാം. അത് കഴിഞ്ഞ് നിർത്താം നമുക്ക്. അവിടെ എന്താ പറയുന്നത് നോക്കാം. റോമൻസ് 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അപ്പൊ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? റിലേഷൻഷിപ്പ്, ഇന്റിമസി എന്താണ്? നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഏത് സമയത്തും കടന്നു ചെല്ലാൻ നമുക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. അപ്പൊ ആ വിളിക്കുമ്പം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് നമുക്ക് ആ ദൈവമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത്. നമ്മൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന എന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ രഹസ്യത്തിൽ നമ്മുടെ പിതാവും നമ്മൾ നമ്മളെ ബന്ധം അറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെ ഫോർമാലിറ്റീസ് അല്ല.
ആണോ? നമ്മുടെ മക്കള് ഹാലേലിയ നമ്മുടെ വീട്ടില് അപ്പൊ നമ്മ അവർക്ക് അപ്പന്റെ അടുത്ത് കാണിക്കുന്ന ആ സ്വാതന്ത്ര്യം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ്റെ അടുത്ത് പോയി കാണിക്കുമോ? കാണിക്കത്തില്ല. എത്ര വലിയ ബന്ധുക്കളാണെന്നും കാണിക്കത്തില്ല. കാരണം വെച്ചാൽ ഇത് റിലേഷൻ ആണ്. ഹാലേലി ഇവർ തമ്മിലൊരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് അവിടെ കിടപ്പുണ്ട്. അപ്പനും മകനും എന്ന ബന്ധം. അതുപോലെ ഇവിടെ നമ്മൾ നമ്മൾ ദാസ്യത്തിനായിരുന്നു. അപ്പൊ രഹസ്യത്തിൽ കാരണം നമ്മുടെ പിതാവിനോട് കയറി രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുക? എന്റെ പിതാവ് യേശു കർത്താവ് പറയും, ഞാനും പിതാവും ഒന്നത്രേ. പിതാവിൽ നിന്ന് കേട്ടതാ ഞാൻ ചെയ്യുന്നത്. അപ്പൊ പിതാവിന്റെ ഇഷ്ടമാ ഞാൻ ചെയ്യുന്നത്. നമ്മളുടെ ആ റിലേഷൻഷിപ്പിന് ആ ഇന്റിമസി നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്താ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കും നമ്മൾ. എന്താ എന്റെ അപ്പനായത്. യഹൂദന്മാർക്ക് എന്തായിരുന്നു? ഇസ്രായേൽ ജനത്തിന് എന്തായിരുന്നു? ദൈവത്തെ ഭയമായിരുന്നു. അവരുടെ ദൈവസന്നിധിയിലേക്ക് മോശയോട് പറയും, ഞങ്ങൾ പോകുന്നില്ല, നീ പോയി കേട്ടിട്ട് വന്നാൽ മതി. അങ്ങനെയായിരുന്നല്ലേ? അവർക്ക് എപ്പോഴും ദൈവത്തിന് അടുക്ക് ചെല്ലാൻ ഭയമായിരുന്നു. പക്ഷെ നമുക്കിത് ഭയമല്ല, ദൈവം നമ്മളെ സ്നേഹിക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സ്നേഹത്താൽ അപ്പൊ അതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് അബ്ബാ പിതാവിന്റെ പുത്രത്തിന്റെ ആത്മ അപ്പൊ വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല നമുക്ക് തന്നേക്കുന്ന പറയുമ്പോൾ നമുക്ക് ദൈവത്തിന് അടുക്ക് ചെല്ലാൻ ഭയം വേണ്ട. നീ ഒരു പാപം ചെയ്താൽ പോലും ഞാൻ പറയാം ദൈവസന്നിധി ചെല്ലുന്ന നിനക്ക് ഭയം വേണ്ട. അവിടെയാണെങ്കിൽ നിന്റെ ഹൃദയം തകർന്ന് ദൈവസന്നിധി നിലവിളിച്ച ദൈവം നമ്മുടെ ദാവീദിനെ തന്നെ എടുക്കാം. നമ്മളിപ്പോ ഇപ്പൊ പിതാവ് പുത്രം എന്നത്തെ നിൽക്കുന്നതിനെക്കാട്ടി നല്ല ദാസനായിരുന്നു ദാവീദ്. എന്നിട്ട് പോലും ദാസനായ ദാവീദ് പാപം ചെയ്ത ദാസനായ ദാവീദ് എന്താ ഹൃദയം തകർന്ന് ദൈവസന്നിധി കിടന്ന് നിലവിളിച്ചല്ലേ? 51 സങ്കീർത്തനത്തിൽ വായിച്ചാൽ മനസ്സിലാവും ദാവീദ് നിലവിളിക്കുന്ന നിലവിളി. അവിടെ ദൈവം ക്ഷമിച്ചു. ദാവീദിനെ വീണ്ടും ദൈവം കൈക്കൊണ്ട്. കാരണം എന്താ? ദൈവസന്നെ നമുക്ക് എത്ര പാപം മാറി നിൽക്കാനുള്ള ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത് ചെല്ലുന്നവരെ ദൈവത്തിന് ഇഷ്ടം. അവിടെ ഗലേഷ്യൻസ് 4:6 കൊണ്ടൊന്ന് വായിക്കൂ സിസ്റ്ററെ. എല്ലാത്തിലും അങ്ങനെ നല്ലത്. നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നിങ്ങൾ മക്കളാകേണ്ട അബ്ബാ പിതാവേ എന്ന് സ്വപുത്രന്റെ ആത്മാവ് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ ഇനി നീ ദാസനല്ല പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്തെ അവകാശിയുമാകുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തെക്കാണ് നമ്മുടെ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരാണ് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പുത്രനാണ്, പുത്രനെങ്കിൽ അവകാശിയാണ്. ഇത് ഞാൻ സംസാരിക്കുന്ന ആരോടാണ്? ഞാൻ എൻ്റെ അപ്പനോടാണ് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും യേശു അപ്പ എന്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നിനെ കുറിച്ചും ബോധേഡല്ല, ഞാൻ ഒട്ടും അറിയിടുമല്ല. കാരണം പറയാൻ കാര്യം ഇന്നലെ ആൻമോള് പറഞ്ഞ അവള് ഒരു റിസർച്ച് ചെയ്തത് അവിടെ ഒരു കുഞ്ഞുങ്ങളുടെ ഇങ്ങനെ ഇവിടുത്തെ ഹിപ്പ് എന്തോ ഇങ്ങനെ ഇതായി പോകാതിരിക്കാനുള്ള റിസർച്ച് അവർ ചെയ്തിരുന്നു. അത് അവർ അക്സെപ്റ്റ് ചെയ്ത് അപ്പൊ അതിന് കോൺഫറൻസ് വേണ്ടി സ്കോട്ട്ലൻഡിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഒക്ടോബറിലാണ് പോകുന്നത്. അപ്പൊ 2 പേർക്കാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അതിന് റൂം ബുക്ക് ചെയ്യണം, ടിക്കറ്റ് വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ റീബസ് ചെയ്യുമായിട്ട് അറിയത്തില്ല. റീബസ് ചെയ്യും, പക്ഷെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അപ്പൊ അമ്മ കാശ് ഞാൻ പറഞ്ഞു ഇപ്പം മറ്റേ കാശില്ല. തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാം കൂടെ നമുക്ക് ഒരു 50,000 രൂപയോളം വേണം. റൂമും ട്രെയിന് പോയിക്കോളൂ, ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും പിന്നെ ഫുഡ് ഇതൊക്കെ വേണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ചെയ്യുമ്പോൾ ആരോട് കഴിഞ്ഞ സംശയം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ പറഞ്ഞു എവിടുന്ന് കാശ്? ഞാൻ പറഞ്ഞു ഞാൻ ബോധേഡല്ല. കാരണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇത്രയും ദിവസം വരെയുള്ള കാര്യം എൻ്റെ കർത്താവ് നടത്തിയെങ്കിൽ നാളെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യും. സമയമാകുമ്പോൾ ദൈവം ചെയ്യും. അപ്പം അവൾ ഇപ്പോഴേ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഹോട്ടൽ റൂം ഒക്കെ ഭയങ്കര റെന്റൽ ഉള്ള. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ 100 ഉണ്ടെങ്കിൽ 99 ഉണ്ടെങ്കിൽ റൂമുണ്ട്. ഒരു നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നുള്ളൂ. കൂടെ പോയി വെച്ച് 2-3 ദിവസം കഴിഞ്ഞ് വരുന്നോളൂ എന്ന് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അന്നേരം നിനക്ക് 100 അല്ല 200 പൗണ്ട് ചെലവാണ് അന്നേരം കർത്താവ് തരും. ഇപ്പം എൻ്റെ കയ്യിലില്ല, കാരണം നീ വന്നു പോയതുകൊണ്ട് ഞാൻ empty ആയി എന്ന് പറഞ്ഞാണ്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം എന്താ? അപ്പൊ ദൈവം കരുതും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ മക്കളാ. നമ്മളുടെ മക്കൾ ആരെങ്കിലും ഒരു നേരം പട്ടിണി വെക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇനിയിപ്പോ അവരെ പട്ടിണി കിടത്തോ നമ്മള്? നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും നമ്മൾ. അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ ജഡത്തിൽ ജനിച്ച് നമുക്ക് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് എത്രത്തോളം സ്നേഹം നമ്മളോടുണ്ട്. ഹല്ലേലൂയ. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ വറീഡ് ആകുന്നത്?
ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് നമുക്കൊരു വരുമാനം ആമേ ഹാലയ ആമേ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നിടത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. അതിനപ്പുറം ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരു വാതിൽ തുറന്നിട്ടേ മറ്റൊരു വാതിൽ അടയത്തുള്ളൂ. അല്ല നമ്മൾ അടച്ചിട്ട് ദൈവം മറ്റൊരു വാതിൽ അന്വേഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമുക്ക് മുന്നമേ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടേ നമുക്ക് ലഭിച്ചോണ്ടെന്ന ഒരു വാതിൽ ദൈവം അടയ്ക്കത്തുള്ളൂ. അയ്യോ അത് അടഞ്ഞു പോയല്ലോ, ഞാൻ എന്തോ ചെയ്യുമെന്നല്ല. നീ ഇത് അടഞ്ഞപ്പോ സന്തോഷിച്ചാണ്, കാരണം ദൈവം മറ്റൊന്ന് നിനക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ഹാലേലിയ. അത് നിന്റെ കയ്യിൽ കൃത്യമായിട്ട് എത്തും. ഇതായിരിക്കണം നമ്മുടെ വിഷയം. കാരണം എന്താ, എന്റെ അപ്പനാ അത്. ഹാലേലിയ. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയേക്കുന്നത്. നമ്മൾ പുത്രന്മാരെങ്കിലും നമ്മൾ അവകാശികളാണ്. ആ മറ്റൊരുത്തർ ക്രിസ്തുവേശ്വര കൂട്ടവകാശികളുമാണ്. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രിവിലേജും നമ്മൾ ആരാണ് തിരിച്ചറിവിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഹാലേലിയ. അപ്പം നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വന്നാൽ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പൊ രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം നീ. ഏതെങ്കിലും ആരുടെയോ ഒരു ദൈവം, ആരോ എനിക്ക് പരിചയപ്പെടുന്ന ദൈവം, എവിടെയോ ദൂരെ സ്വർഗത്തിരിക്കുന്ന ദൈവത്തോടല്ല നീ പ്രാർത്ഥിക്കേണ്ടത്. ഹാലേലിയ. അറയിൽ കടന്ന് വാതിലടച്ച നീ പ്രാർത്ഥിക്കുന്ന ആരാണ് തിരിച്ചറിഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നതിന്റെ അബ്ബാ പിതാവി എന്ന് വിളിക്കുകയും പുത്രത്തിന്റെ ആത്മാവിന് നൽകി സർവശക്തനാ ദൈവത്തോടെ നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് ദൈവം മറ്റുള്ളവർക്ക് ദൈവമായി മാത്രം നിൽക്കുക. എനിക്ക് എന്റെ അപ്പനും കൂടെയാണ്. ഹാലേലിയ. അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥന. നമ്മൾ എല്ലാവരും യേശു അപ്പ എന്നല്ലേ പറയുന്നത് എല്ലാവരും. അത് കത്തോലിക്കരോ അതീശോയെ ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് പറയുന്നത്. അല്ല. ഹാലേലിയ. കാരണം നമുക്ക് അപ്പനാത്. അത്ര സ്വാതന്ത്ര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇവിടെ പറയുന്ന അടുത്ത് പറയുന്നത് വാതിൽ രഹസ്യത്തിന്റെ പിതാവിനെ പറയാം, രഹസ്യത്തിൽ കാണുന്ന എന്റെ പിതാവ് നിനക്ക്. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പറയാം. അപ്പൊ രഹസ്യത്തിൽ കാണിച്ച് നമ്മൾ മറിഞ്ഞ് റൂമിനകത്തിരിക്കുന്ന നമ്മളെ കാണുമെന്നല്ല, നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം. ഹാലേലിയ. നമ്മുടെ അന്തരംഗങ്ങളെ പരിശോധിച്ചറിയുന്നവൻ ഹാലേലിയ നമുക്ക് പ്രതിഫലം തരും. അപ്പൊ നമ്മുടെ പ്രതിഫലം ഹാലേലിയ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഹാലേലിയ ചിന്തകളെ അനുസരിച്ചും നമ്മുടെ ഹൃദയത്തിന്റെ ഹാലേലിയ പാവങ്ങളെ വിവേചിച്ച ദൈവം നമുക്ക് പ്രതിഫലം തരും. ഹാലേലി. മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെ നോക്കി നമ്മൾ ഭയങ്കര കഷ്ടത ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭയങ്കര കാണുമ്പോൾ അതാണ് ഇതാണെന്നല്ല. ദൈവം നമ്മളെ നോക്കുമ്പോൾ, ഹൃദയം നോക്കുമ്പോൾ ഹൃദയത്തിൽ എന്ത് ഇന്റൻഷനാണ് നിനക്കുള്ളത്? ഇത് ലഭിച്ചാൽ നീ ഇതും കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നീ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു? ഹാലേലൂയ. നിനക്ക് ലഭിക്കുന്നത് നീ ദൈവരാജ്യത്തിന് എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ കൂടുതൽ ദൈവരാജ്യത്തിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരിക്കലും ശൂന്യത വരുത്തില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന മൊത്തം എന്താ? അവരുടെ രാജ്യത്തിലേക്ക് നമ്മൾ സ്വർഗത്തിലെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് നമ്മുടെ കരങ്ങൾ ശൂന്യമാക്കി കളയത്തില്ല. ഒരിക്കലും ശൂന്യത വരത്തില്ല. ഞാൻ അത് അനുഭവിച്ചറിയുന്ന ആളാണ്. എനിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്കൊന്ന് നോക്കുമ്പോൾ കർത്താവ് അപ്പൊ തന്നെ അതിലേക്ക് ഫില്ല് ചെയ്യും. നമ്മള് വണ്ടിയിലൊക്കെ പെട്രോൾ റിസർവ് എത്ര നമ്മൾ പോയി ഫില്ല് ചെയ്യുന്ന കണക്ക് ദൈവം എൻ്റെ അക്കൗണ്ടിനെ ഇങ്ങനെ ഫില്ല് ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്താ ആവശ്യമുണ്ട്. എന്നാ ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഓടുന്നതാണ് അങ്ങനെയൊന്നും ചെയ്യുന്നത്. പക്ഷേ രഹസ്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പബ്ലിക്കിൽ പറയാനുള്ളതല്ല. കാരണം ഇതിനൊക്കെ നമ്മൾ കൂട്ടാളിയാകുമ്പോൾ, ഭാഗവാക്കാകുമ്പോൾ ദൈവം നമ്മൾ ഒരിക്കൽ ഞാൻ പറയാം, ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കില്ല. ഞാൻ എന്തുകൊണ്ടാണ് പല അനുഭവങ്ങളും സാക്ഷ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന്റെ കാര്യം അത് മറ്റുള്ളവരും അതുപോലെ ആയിത്തീരാൻ നമ്മളെ ഹൃദയത്തിൽ അങ്ങനെ ആഗ്രഹിക്കാൻ വേണ്ടി പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറയും, എന്നും ഞാൻ പറയും, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം. ഹാലേലൂയ. അത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഹാലേലൂയ. അതിനുവേണ്ടി ഞാൻ ചിലപ്പോഴൊക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷെ അത് എൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ തുറന്ന കണ്ണാലൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അല്ലാതെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടോ പക്ഷെ എന്നാലും നമ്മുടെ ആഗ്രഹം എന്താ? കർത്താവിനെ കാണാം. പിന്നെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആര് പോകണമെന്നും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകും? ഇത് വലിയ ആഗ്രഹമായിരിക്കണം. നമ്മുടെയൊക്കെ കർത്താവിനോട് കൂടെ തന്നെ നമ്മളെന്തായാലും വിശ്വാസത്തിലേക്ക് വന്ന് ഈ കറുത്തവൈനിയുടെ പുസ്തകമൊക്കെ എടുത്ത് കുറെ നിന്ദയും പരിഹാസമൊക്കെ കേട്ട്, പക്ഷേ ഇതുകൊണ്ടൊരു പ്രയോജനം ഇല്ലെങ്കിൽ എന്ത് ഗുണം? ഈ ആഗ്രഹം നമ്മുടെ ഹൃദയത്തെ എപ്പോഴും വേണം. എന്താ പറഞ്ഞേ? എനിക്ക് ഇവിടുന്ന് മരിച്ചാൽ, ഇവിടുന്ന് ഈ ജഡ ഇവിടെ കളഞ്ഞിട്ട് പോയാൽ എനിക്ക് എവിടെ പോണം? കർത്താവിന്റെ അടുത്ത് തന്നെ പോണം, ഇല്ലേ? അവിടെ ചെല്ലുമ്പോൾ
ഹാൻഡോടുകൂടി പോകാനേ ആഗ്രഹിക്കില്ല. ഹാലയില്ല, ഞാൻ ഇവിടെ കുറെ എന്തൊക്കെ ഉണ്ടാക്കി കത്താ, ഞാൻ ഇവിടെ കുറെ ഓടി, ഇവിടെ കുറെയൊക്കെ സമ്പാദിച്ചു എന്നല്ല. അവിടെ ചെല്ലുമ്പോഴും ഹാലയില്ല നമുക്ക് നല്ല സമ്പാദ്യത്തോട് കൂടെ തന്നെ പോകണം. സ്വർഗത്തിലെ സമ്പാദ്യം നമുക്ക് വലുതാണ്. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഞാനിപ്പോഴും ആഗ്രഹം 2016 ഹാലേലിയ 2024 കയറുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു, കർത്താവെ ഏറ്റവും കൂടുതൽ ആത്മാക്കളെ നേടാൻ കഴിയുന്ന വർഷമായിരിക്കണം ഇത്. ഹാലൂയ. അനേകരോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അനേകരെ കൊണ്ട് നമ്മൾ പ്രയോജനപ്പെടുന്നത്. അവരുടെ ഹൃദയത്തിന് കർത്താവിനെ കൊടുക്കാൻ ആഗ്രഹം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം അറിഞ്ഞ് നമുക്ക് പ്രതിഫലം തരുന്ന ദൈവം തന്നെ. നമ്മൾ ആഗ്രഹിച്ചോരെ നിങ്ങൾ ചോദിക്കുക, എനിക്ക് കർത്താവ് ഈ വർഷം എനിക്ക് 10 ആത്മാവിനെ തരണമെന്ന് പറ. ദൈവം തന്നിരിക്കും. നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം തരും നിങ്ങൾക്ക്. നിങ്ങളുടെ എങ്ങനെയാ ദൈവം? രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് ഹൃദയത്തിൽ ഇന്റൻഷൻ അറിഞ്ഞ തരുന്നത്. 10 ആത്മാക്കളെ നേടണം നിങ്ങൾ സിൻസിയർ ആയിട്ടാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം 10ന് 15 തരും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താണെന്ന് അറിഞ്ഞ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് പ്രതിഫലം. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരുന്നത്. നമ്മുടെ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുന്നവരല്ല, നമ്മുടെ പ്രാർത്ഥന കണ്ടോണ്ടിരിക്കുന്നവരുമല്ല, നമ്മുടെ പ്രകടനത്തിലുമല്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് ഹല്ലേലൂയ മറ്റടുത്ത് ദൈവം പറയുന്നുണ്ട്, ആരാധനയെ കുറിച്ചും പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ ആരാധിക്കുന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം? കുറച്ച് കീബോർഡിന്റെ സൗണ്ടിനനുസരിച്ച് നമ്മൾ ആരാധിക്കാനല്ല പറഞ്ഞ, ആത്മാവിലെ സത്യത്തിൽ നമ്മൾ ആരാധിക്കണം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും അതിനെ എന്ത് ഇന്റൻഷൻ ആണ് നമുക്കുള്ളതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ഒത്തിരി മെസ്സേജ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പ്രാർത്ഥന എപ്പോഴും നമുക്കൊരു സബ്ജക്റ്റ് തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ രഹസ്യത്തിൽ കാണുന്ന നമ്മൾ പിതാവിനോട് പ്രാർത്ഥിക്കണം. ഹാലേലിയ അറിയിക്കണം. നമ്മൾ ഹാലേലിയ അവിടെ പറയും, നമുക്ക് പ്രാർത്ഥന എങ്ങനെ രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവും പ്രതിഫലം. അപ്പൊ നമ്മളെ കണ്ട് തന്നെ ദൈവം പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് നമ്മളെ കാണാൻ വെച്ചാൽ നമ്മുടെ പുറമേ ഉള്ളതല്ല, നമ്മുടെ അകം കണ്ടാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ശുദ്ധമാക്കാം. നമ്മൾ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുമ്പോൾ എന്ത് ഉദ്ദേശത്തെ വിളിക്കുന്നു ദൈവം കൃത്യമായി തിരിച്ചറിയ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ആ ഹൃദയം ദൈവസന്നിധി ഒന്ന് പകർന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിക്ക് നമ്മൾ സമ്പൂർണ്ണമായ നമ്മുടെ തലമുറകൾ എല്ലാം ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കാം. കാരണം ദൈവം നമ്മളെപ്പോഴും നന്നായി തന്നെ സംരക്ഷിക്കുന്നത്, നന്നായി നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആഗ്രഹമല്ല, നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ വിട്ടുകൊടുക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.